അപ്പൊ പരിപാടി തുടങ്ങാം. തുടങ്ങാം. നളിനാക്ഷി നമ്മൾ തുടങ്ങുന്നു. നളിനാക്ഷി അല്ല, അന്താക്ഷരി. എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, ഒന്ന് തുടങ്ങാമോ? തുടങ്ങാം. അക്ഷരം എന്തായാലും പാട്ടല്ലേ? അതെ. നല്ലൊരു ശബ്ദത്തോടുകൂടി ആയിക്കോട്ടെ. കുയിലിന്റെ നാദായിക്കോട്ടെ. അതാരോ കുയിലിന്റെ നാദമുള്ള ആരോ. ഒരു പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പേര് സൗണ്ട് പോലെ കേൾക്കണം. എന്നാ പിന്നെ ഞാൻ തന്നെ പാടാ. അതെ, ഞാൻ ജനിച്ചപ്പോഴേ സംഗീതം പഠിച്ചാണ്. അസലായിട്ട് പാടും. ആണോ? ഏതാക്ഷരം? അമ്മയുടെ ഇന്ത്യയല്ലോ. അമ്മയുടെ ഹിന്ദിയോ? മാ. അപ്പൊ പിടിച്ചോളൂ. മുല്ലപ്പൂമ്പല്ലിലോ കുറ്റിക്കവിളിലോ അലിമലർമിഴിയിലോ ഞാൻ വഴങ്ങി. ഏനറിയില്ല ഏലമണിക്കാട്ടിലെ മലങ്കുറവ. എടോ മലങ്കുറവാണ്. എന്തിനാ അതിന് കംപ്ലൈന്റ് പറയണേ? ആവശ്യത്തിന് ഫുഡ് കഴിച്ചാൽ മതി, ഉണ്ടാവൂലോ. ആരും തന്നെ താനൊരു കാര്യേ, തന്റെ അണ്ണാക്കിൽ കുറച്ച് ഗ്രീസ് പറ്റടോ. എരുമ വരണ്ടല്ലോ. എരുമയല്ല ഇത്, ഞാനാ ജനാർദ്ദനൻ. തെറ്റിദ്ധരിച്ചു. എന്താണോ എന്ത് പാട്ടൊക്കെയായി പാടുന്നത്? ഏലിമലക്കാട്ടില് മലം കുറവാണെന്നോ? കുറവാണെങ്കിൽ കുറച്ച് കൂടുതലുള്ള സ്ഥലത്ത് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യ്. വൃത്തികെട്ട ഒരു രൂപവും വൃത്തികെട്ട ഒരു ശബ്ദവും അതിനേക്കാൾ വൃത്തികെട്ട ഒരു പാട്ടും. മാവച്ചൊരു പാട്ട് പാടോ? ഞാൻ മാവച്ച് പാട്ടല്ല, മാവച്ച് 2 തെറിയാ പറയേണ്ടത്. പക്ഷെ എന്റെ സ്റ്റാൻഡേർഡ് അത് ഞാൻ ചെയ്യുന്നില്ല. മാവച്ച് നിങ്ങൾ പാടില്ല. മാവച്ച് ഞാൻ തെറി പറയും. അപ്പോ മാവച്ച് ഞാൻ തന്നെ പാടാം. മാനസേശ്വരി മാപ്പ് തരൂ, മറക്കാൻ നിനക്കിനി കഴിവില്ലെങ്കിൽ മാപ്പ് തരൂ. ഏതാ ഇന്ത്യയുടെ മാപ്പാണ് കേരളത്തിന്റെ മാപ്പാണ്? ഒന്ന് പോരാ പട്ടികളെ. അയ്യോ അത് സാറത്തി. ഞാൻ വന്നു എങ്ങനെ മനസ്സിലായടാ? പട്ടികളെ എന്ന് വിളിക്കണ കേട്ടു. ഏതക്ഷരം വെച്ചാ പോടരുത്? സാറിന് ഇഷ്ടമുള്ള അക്ഷരത്തിൽ പാടിക്കോട്ടെ. എന്റെ നല്ല അക്ഷരം പറയടാ. സാറിന്റെ കരാട്ട പഠിക്കണം. ഇതിൽ ഏതക്ഷരം വെച്ചെടുത്തോടാ. പക്ഷെ അവസാനം ചായക്ക് വള്ളിയില്ല പുള്ളിയില്ല എന്നൊന്നും പറഞ്ഞിരിക്കരുത്. എന്നാ ഞാൻ പണി കൊടുക്കട്ടെ. എന്നൊരു വാക്ക് മലയാളത്തിൽ നിഘണ്ടുവിലുള്ള പട്ടികളെ. അപ്പൊ ചമ്മന്തി എന്ന് പറയണതോ? ചമ്മന്തി. ശരിയാണ്. ഞാൻ ഒരു പാട്ട് പാടാം. ചക്രവർത്തി നിനക്ക് ഞാനെന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പവാതുകം പുറത്തഴിച്ചു വെച്ചിട്ട്